പറയുകയാണ്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. ജഹന്നം എന്ന് പറയുന്ന തീയാണ്. ആ നരകത്തിൽ തന്നെയാണ് നിഷേധികൾക്ക് കടക്കാനുള്ളത്. അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടാൽ മരണമില്ല കേട്ടോ. കാര്യമൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങനെ മരിച്ചു പോകാലോ? ഇല്ല. എന്നാൽ ശിക്ഷയിൽ വല്ല ഇളവുമുണ്ടോ? അതുമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീ കുല്ല കഫൂർ. എല്ലാ നിഷേധികൾക്കും എല്ലാ നന്ദി കെട്ടവന്മാരെയും നാം പ്രതിഫലം കൊടുക്കുന്നത് ഇപ്രകാരമത്രേ. ഇനി പറയുന്ന രംഗം വഹും യസ്തരിഖൂന ഫീഹാ. അവരാ നരകത്തിൽ കടന്ന് ആർത്തട്ടഹസിക്കുന്ന രംഗം. എന്തും പറഞ്ഞിട്ടാ അട്ടഹസിക്കുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, നീ ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടുതാ. എന്തിനാണ്? നഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത കുറെ സൽക്കർമ്മങ്ങളൊക്കെ അതൊക്കെ വേണ്ടത് തന്നെയായിരുന്നു. സമയത്ത് നിസ്കരിക്കേണ്ടത് തന്നെയായിരുന്നു, ഇപ്പൊ ബോധ്യമായി. കൃത്യമായി സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നു, ഇപ്പൊ ബോധ്യമായി. പലിശ വാങ്ങരുതായിരുന്നു, ബോധ്യമായി. ഹറാമ് കാണരുതായിരുന്നു, ബോധ്യമായി. സിനിമയുടെ ആളാകരുതായിരുന്നു, സീരിയലുകളുടെ ആളാകരുതായിരുന്നു, സംഗീതത്തിന്റെ ആളാകരുതായിരുന്നു, മദ്ദളത്തിന്റെയും തബലയുടെയും ഗിറ്റാറിന്റെയും അതുപോലെയുള്ള മ്യൂസിക് ഉപകരണങ്ങളുടെയും ആളാവരുതായിരുന്നു. പലിശയിലൂടെ സമ്പാദിക്കരുതായിരുന്നു, ഹറാമ് തിന്നരുതായിരുന്നു, ഹറാമ് കാണരുതായിരുന്നു, കേൾക്കരുതായിരുന്നു. അല്ലാഹുവേ, നിന്നെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുതായിരുന്നു, നിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യരുതായിരുന്നു, നിനക്ക് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടർപ്പിക്കരുതായിരുന്നു. എല്ലാം ബോധ്യമായി. അല്ലാഹ്, ഒന്ന് പുറത്തേക്കിട്ട് തരുമോ? ഒന്നും കൂടെ ഒരായുസ് തന്നാൽ ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ അമൽ സാലിഹാത്തുകളൊക്കെ ഒന്ന് ചെയ്യാം റബ്ബേ എന്ന് നരകത്തിൽ കിടന്നുകൊണ്ട് പാപികൾ ആർത്തട്ടഹസിച്ച് വിളിച്ചു പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുകയാണ്. അല്ലാഹ് അതിന് മറുപടി പറയുന്ന രംഗം നോക്കൂ. അല്ലാഹു ഇത് പറയുന്ന പാപികളോട് ചോദിക്കുകയാണ്, കാഫിറുകളോട് ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ? നിങ്ങൾ ഞാൻ വെറുതെ ഇങ്ങ് ജഹന്നമിലിട്ടതാണോ? ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വയസ്സുകാലം ജീവിക്കാൻ തന്നില്ലേ? അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ? 10, 60, 45, 50, 70, 80 ഒക്കെ കൊല്ലം ജീവിച്ചവർ, അതിനുമപ്പുറം ജീവിച്ചവർ, അള്ളാഹു കണക്കാക്കി ആയുഷ്കാലം ജീവിച്ചു തീർത്തവർ. അള്ളാഹ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? എന്തിന്? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനുമൊക്കെ ഉപകാരപ്പെടുന്ന നിലക്ക് നിങ്ങൾക്ക് അതിനൊക്കെ സൗകര്യം കിട്ടുമാറ് ഞാൻ നിങ്ങൾക്ക് സമയം തന്നിരുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗകര്യം തന്നിരുന്നില്ലേ? മാത്രമല്ല, നേരെ നെറുകേടേതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മുന്നറിയിപ്പുകാരി, താക്കീതുകാരി നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നില്ലേ? അന്നൊക്കെ നിങ്ങളത് കേൾക്കാൻ വരെ തയ്യാറായില്ല. നിങ്ങളതിനെ മാറ്റിവെച്ചു, നിങ്ങളതിൽ നിന്ന് ഊരിച്ചാടി, നിങ്ങളതിൽ നിന്ന് കുതറി ഓടി. ഞാൻ എനിക്കിഷ്ടം പോലെ ജീവിക്കുമെന്ന് ധിക്കാരം പറഞ്ഞു, എനിക്ക് നിയമങ്ങൾ ബാധകമല്ലെന്ന് പടച്ചവനെ വെല്ലുവിളിച്ചുവല്ലേ? ഇപ്പോൾ കേഴുകയാണോ? അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, അനുഭവിച്ചുകൊള്ളൂ. മാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയെയും കാണാൻ കഴിയില്ല. ഖുർആന്റെ മറുപടി, അള്ളാഹുവിന്റെ മറുപടി, പാപികളുടെ ദുഃഖവും സങ്കടവും വർദ്ധിക്കാനല്ലാതെ എന്തിനാണ് അവിടെ കാരണമാവുക? സഹോദരന്മാരെ, ഇനിയും എത്രയോ ഉണ്ട് ജഹന്നമിന്റെ ഭീകരതകൾ. ആർക്ക് വർണ്ണിക്കാനാകുമത്? ആർക്ക് പറയാൻ സാധിക്കും? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ കഠിനകഠോരമായ ആഴവും പരപ്പും വിശാലതയും ഭീകരമായ ദൃശ്യങ്ങളും എല്ലാ രൂപത്തിലുമുള്ള ശിക്ഷകളുടേതായ കേന്ദ്രം അതെത്ര മോശമായ സങ്കേതമാണ്, അതുപോലെ തന്നെ എത്ര മോശമായ സ്ഥലമാണ് എന്നൊക്കെ പറയുന്ന വാചകങ്ങളിലൂടെ ധാരാളമായി ശുദ്ധവചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ നരകത്തിൽ നിന്ന് രക്ഷ നേടലാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത.
ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് കഴിയണം. ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയണം. ജഹന്നമിനെ കുറിച്ച് അല്ലാഹുവോട് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മനോമുകുരത്തിൽ തെളിഞ്ഞു വരണം. വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ ജഹന്നമിന്റെ ഭീകരതകൾ, അതിന്റെ ഏറ്റവും ഭയാനകമായ രംഗങ്ങൾ ഞാൻ അതിൽ നിന്ന് ഒരല്പം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. പറഞ്ഞതിന്റെ 10 ഇരട്ടിയാണ് പറയാതെ പോയിട്ടുള്ളത്. ആ കഠിനകഠോരമായ നരകം, അതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസി, ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, കേവല പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അതിനാവശ്യമായ സഹായകരമായ നിലക്കുള്ള പ്രവൃത്തിയും വേണം. നരകത്തുനിന്ന് രക്ഷിക്കണേ അല്ലാ എന്ന് പറയുക, നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെയൊക്കെ മോചിപ്പിക്കണേ എന്ന് മനമുരുകി ലൈലത്തുൽ ഖദറിൽ പ്രാർത്ഥിക്കുക. പക്ഷേ ജീവിതത്തിൽ പിന്നെയും ജഹന്നമിലേക്ക് കൂപ്പുകുത്തി വീഴാൻ മാത്രമുള്ള വിശ്വാസവും ആചാരവും സ്വഭാവവുമായി നടക്കുകയും ചെയ്യുക. ഈ ഒരവസ്ഥയായാൽ നമുക്ക് ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. വിശ്വാസം നന്നാക്കണം. വല്ലസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സർവ മനുഷ്യന്മാരും പരാജയത്തിലാണ്. പരാജയം എന്ന് പറയുന്നത് പരലോക പരാജയമാണ്. അത് ജഹന്നമിൽ ചെന്ന് വീഴലുമാണ്. അതിൽ നിന്നുള്ള രക്ഷ ലഭിക്കപ്പെടുന്നത് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, ഫഅമിലുസ് സാലിഹാത്തി, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, താൻ നന്നായാൽ മാത്രം പോരാ, താൻ അറിഞ്ഞ സത്യത്തെ അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ട പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവനും. അതുപോലെ തന്നെ ആ മാർഗം വലിയ സുഗമമായ മാർഗമല്ല. ആളുകളോട് ഹക്ക് പറയുമ്പോ, ഹക്ക് കൊണ്ട് ഉപദേശിക്കുമ്പോ ഒരുപാട് ത്യാഗമുണ്ട്. സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ദ്രോഹമേൽക്കേണ്ടി വരും, മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരും, ധാരാളം ദ്രോഹങ്ങൾ ഉണ്ടാകേണ്ടി വരും. അതൊക്കെയും നേരിടാനുള്ള മനക്കരുത്ത് വേണം. സബർ കൊണ്ടും പരസ്പരം ഈ മേഖലയിൽ ഉപദേശിക്കുന്നവരും ഒഴികെ. നമ്മൾ ചിന്തിക്കുക, ജഹന്നമിൽ പോകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ? എന്താണ് നമ്മുടെ വിശ്വാസം? അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ് ശിർക്ക്. എന്തും അവൻ പൊറുക്കും, ശിർക്ക് അവൻ പൊറുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തൗബ കൂടാതെ തന്നെ പുറത്തു കൊടുത്തേക്കും. തൗബയുണ്ടെങ്കിലല്ലാതെ ശിർക്ക് അല്ലാഹു പൊറുക്കൂല. തൗബ ചെയ്യാതെ ഒരാൾ ശിർക്കായിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ ശാശ്വതമായി നരകത്തിൽ തന്നെയാണ്. ഏറ്റവും ഭയപ്പെടേണ്ടുന്ന രോഗമാണ് ശിർക്ക്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, വിവിധ മതത്തിലെ ആളുകൾ കല്ലുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, കല്ലുകളോട് തേടുന്നു, ഖബറുകളോട് തേടുന്നു, ഖബറിൽ അടക്കപ്പെട്ട മഹദി മഹാത്മാക്കളോട് തേടുന്നു. അതുപോലെ തന്നെ നിർത്തിവെക്കപ്പെട്ടതും കിടത്തിവെക്കപ്പെട്ടതുമായ ബിംബങ്ങളുടെ മുമ്പിൽ പോയി പല രൂപത്തിലുള്ള ആചാരങ്ങൾ ചെയ്യുന്നു. അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടം പറയുന്നു, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു. അവരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളുടെ ചുറ്റും അവർ വലം വെക്കുന്നു, തവാഫ് ചെയ്യുന്നു. പല രൂപത്തിലുള്ള സങ്കടങ്ങളും അവിടെ പോയി ബോധിപ്പിക്കുന്നു. പറഞ്ഞിട്ട് ആഗ്രഹങ്ങൾ തീരാത്തത് കടലാസുകളിൽ എഴുതിയിട്ട് മഹാത്മാക്കളുടെ ദർഗകളിലേക്ക് അപേക്ഷകളായി ഇട്ടുകൊടുക്കുന്നു. ഒരുപാട് ദർഗകളിൽ കുറെ പോയി നോക്കുമ്പോ ഈ സമൂഹത്തിന്റെ ദയനീയമായ സ്ഥിതി അറിയാൻ ഒന്ന് പോയി നോക്കിയാൽ പല ദർഗകൾക്കകത്തും ഒരുപാട് കടലാസ് കഷ്ണങ്ങൾ. ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച അപേക്ഷാ ഫോറങ്ങളാണ്. അപേക്ഷകൾ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്ന വലിയനോട്, മഹാത്മാവിനോട്, മഹദിയോട്, അല്ലെങ്കിൽ ആരാണെന്നറിയാത്ത ആളോട് ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും, സങ്കടങ്ങളും, മനസ്സിന്റെ വേദനകൾ പറഞ്ഞിരിക്കുകയാണ്, എഴുതിയറിയിച്ചിരിക്കുകയാണ്, പാടിപ്പറയുകയാണ്. അവിടെ വെച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തേടുകയാണ്. സഹോദരാ, അല്ലാഹു പൊറുക്കുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? കുൽ, നബിയോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, പറയൂ നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ,
ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. മറ്റൊരാളെ വിളിച്ചു തേടുമ്പോ, മറ്റൊരാളോട് ദുആ ചെയ്യുമ്പോ അത് പങ്കു ചേർക്കലായി മാറും എന്നർത്ഥം. അള്ളാഹു തീരെ പൊറുക്കാത്ത സംഗതിയാണ്. ജഹന്നം കഠിന കഠോരമായ നരകം ശിർക്ക് ചെയ്യുന്ന ആളുകളെ കാത്തിരിക്കുകയാണ്. ഏത് മതക്കാരനായിരുന്നാലും ഏത് വിഭാഗമായിരുന്നാലും ശിർക്കാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ കഠിന കഠോരമായ നരകം കാത്തിരിക്കുകയാണ്. പിന്നെ മൊത്തത്തിൽ അസീം പാപികളായ ആളുകൾ, അതിന്റെ താഴെയുള്ള പാപികൾ, ഏത് പാപങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് അള്ളയാണല്ലോ അറിയുന്നവൻ. നാം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം ശുദ്ധിയാക്കലാണ്. വിശ്വാസം ശുദ്ധമാവാതെ ഒരു കർമ്മവും വിലപ്പോവില്ല. അതുകൊണ്ട് ശിർക്ക് വന്നു പോകരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരാൾ കാണാൻ വേണ്ടിയാകരുത്. റിയായിന്റെ മനസ്ഥിതി ഉണ്ടാകരുത്. അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ഇഖ്ലാസോടെ ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. ഒരു നിലക്കും ശിർക്കുകൾ വന്നു പോകാതെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുക. ഹറാമുകളിൽ നിന്ന് ജീവിതത്തെ കൺട്രോൾ ചെയ്യുക. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ജീവിതം അശ്ലീലതകൾ കൊണ്ട് നിറഞ്ഞാടുകയാണ്. കഴിഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു നമുക്ക് പറയാൻ ബാക്കിയുള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ സമുദായത്തിൽ അശ്ലീലതകൾ പടർന്നു പിടിക്കുകയാണ്. തോന്നിയാസങ്ങൾ വർദ്ധിക്കുകയാണ്. മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹം എന്ന് പറയപ്പെടാവുന്ന, നമുക്ക് പലരുമായും ബന്ധപ്പെടാനും പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ആ ഒരു അനുഗ്രഹം പോലും ഉപയോഗപ്പെടുത്തിയിട്ട് ചീത്തയും വൃത്തികേടുകളും അശ്ലീലങ്ങളും പെരുകുകയാണ്, വർദ്ധിക്കുകയാണ്. ഈ സമുദായത്തിന്റെ ദുരന്തം